15 ലക്ഷം കോടി രൂപയുടെ സ്കാമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ രാജേഷ് എക്സ്പോർട്സ് എന്ന് പറയുന്ന കമ്പനി നടത്തിയിട്ടുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസം സെബി അലിഗേഷൻ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് സത്യമാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് കണ്ട സ്കാമുകളിൽ ഏറ്റവും വലിയൊരു സ്കാം തന്നെയായിരിക്കും ഇത്. രാജേഷ് എക്സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് പ്രോസസ് ചെയ്യുന്ന കമ്പനികളിൽ ഒന്നായിരുന്നു. ഇനി എന്താണ് ഇപ്പോൾ ഉണ്ടായ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ ഇയർ 2021 മുതൽ 2025 വരെയുള്ള പീരീഡിൽ ഈ കമ്പനി കാണിച്ച റവന്യൂവിൽ 15.15 lakh crore റവന്യൂ എന്ന് പറയുന്നത് ഇൻഫ്ലേറ്റഡ് റവന്യൂ ആണെന്നാണ് സെബി പറയുന്നത്. അതായത് കമ്പനി കാണിച്ചിട്ടുള്ളത് ഇല്ലാത്ത റവന്യൂ ആണെന്നാണ് സെബി പറയുന്നത്. ശരിയായ ഇഷ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു പീരീഡിൽ കമ്പനി കാണിച്ച റവന്യൂവിൽ 98 മുതൽ 99% റവന്യൂ വന്നിട്ടുള്ളത് ഇന്ത്യക്ക് പുറത്തുള്ള ഈ കമ്പനിയുടെ സബ്സിഡറി കമ്പനികളിൽ നിന്നുമാണ്, വൽക്കാമ്പി പോലുള്ള കമ്പനികളിൽ നിന്നുമാണ്. നോർമലി ഇത്തരത്തിൽ റവന്യൂ സബ്സിഡറി കമ്പനികളിൽ വരുന്നതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഈ ഒരു കേസിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജേഷ് എക്സ്പോർട്സ് പറയുന്നത് ഇവരുടെ റവന്യൂ 99% വന്നിട്ടുള്ളത് ഈ ഒരു സബ്സിഡറി കമ്പനികളിൽ നിന്നാണെന്നാണ്. എന്നാൽ ഈ ഒരു സബ്സിഡറി കമ്പനികളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ ഇങ്ങനെയുള്ള റവന്യൂ ജനറേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു റിപ്പോർട്ടും കാണിക്കുന്നില്ല. അപ്പോൾ അതിന് വേറെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടില്ല. ഇനി അതുകൂടാതെ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും കമ്പനിയുടെ ഫണ്ട് അൺഓതറൈസ്ഡ് ആയിട്ട് പ്രൊമോട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളെ കൊണ്ട് തന്നെയാണ് വലിയൊരു സ്കാം നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സെബി ഇപ്പോൾ പറയാൻ കാരണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ ഒരു കമ്പനി ഈ ഒരു രീതിയിൽ വലിയൊരു റവന്യൂ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇത്രയും കാലമായിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓഡിറ്റേഴ്സിനോ അല്ലെങ്കിൽ സെബിക്കോ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ഉറങ്ങുമായിരുന്നു അല്ലെങ്കിൽ ഇവരും ഇതിൻ്റെ പാർട്ടാണോ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.